Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ നനച്ചത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവൽ നനച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്ന അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കറക്റ്റ് അളവൊന്നുമില്ല. ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു മുക്കാൽ എടുത്തിട്ടുണ്ട്. കടകളിൽ നമുക്ക് പല തരത്തിലുള്ള അവൽ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ചുവന്ന അവൽ അല്ലെങ്കിൽ വെള്ള അവൽ കിട്ടും. അതുപോലെ കട്ടി കൂടിയ അവൽ അല്ലെങ്കിൽ കുറച്ച് കട്ടി കുറഞ്ഞ അവൽ, അങ്ങനെ പല തരത്തിലുള്ള അവൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള ചുവന്ന അവലാണ്. പിന്നെ ഈ ചുവന്ന അവലാണ് കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം പോലെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഞാൻ ഒരു വലിയ പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. കറക്റ്റായിട്ട് ഒരു അളവില്ല. പിന്നെ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ശർക്കര ഇങ്ങനെ ചീകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അവലിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എള്ളും എടുത്ത് വെച്ചിട്ടുണ്ട്. കറുത്ത എള്ളാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ എള്ള് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ അവൽ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ എള്ള് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ഈ അവലൊന്ന് കുതിർത്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയുള്ള അവലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ അത്ര ഇഷ്ടമാവില്ല, നല്ല കട്ടിയുണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ അധികം കട്ടിയില്ലാത്ത അവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ അവൽ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവലിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളത്തിനൊന്നും കറക്റ്റ് അളവില്ല. ഇത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവൽ ആവശ്യത്തിനൊന്ന് സോഫ്റ്റായി കിട്ടും. ഒത്തിരി അങ്ങ് കുഴഞ്ഞ് നല്ല സോഫ്റ്റായി പോകരുത്. ആ കട്ടി മാറി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഈ അവൽ കണ്ടോ, ആവശ്യത്തിനൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒരു അവലെടുത്ത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. ആ കട്ടി മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിനെ നമുക്ക് ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് അവലിലോട്ട് പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഊറ്റിക്കളയാം. അപ്പോൾ ഇതുപോലൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും ബാക്കിയുള്ള വെള്ളം പോയിട്ട് അത് നല്ല ഡ്രൈ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു നുള്ള് ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. ജീരകത്തിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചാൽ അതുപോലെ ചേർത്താൽ മതി. അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിൽ ജീരകത്തിൻ്റെ പൊടി ചേർക്കരുത് കേട്ടോ, ഒന്നിങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ജീരകം ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ കശുവണ്ടിയും എള്ളും ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് മതി, ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കശുവണ്ടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ എള്ളും ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ കശുവണ്ടി ചെറുതായിട്ടൊന്ന് നിറം മാറി വരണം. അപ്പോൾ കശുവണ്ടി ചെറുതായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ജീരകം മൂത്ത ഒരു മണം വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർക്കുന്നില്ല. ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇനി ഏലക്കയും കൂടി ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ 1-2 ഏലക്ക ഇതുപോലെ ചതച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ജീരകം നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇത് മതിയാവും. നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അവലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ അവലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശർക്കര ചേർക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കശുവണ്ടി, എള്ള് എല്ലാം ചേർക്കാം. ആ നെയ്യും കൂടി അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. കുറച്ച് നെയ്യേ ഉണ്ടാവുള്ളൂ. ഇനി ആദ്യം ഈ തേങ്ങയും ശർക്കരയും എള്ളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഞരടിയെടുക്കാം.
ഇനി അവലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ എന്തെങ്കിലും സാധനം കുറവായിട്ട് തോന്നിയാൽ, അതായത് തേങ്ങയോ ശർക്കരയോ എന്തെങ്കിലും കുറവായിട്ട് തോന്നിയാൽ കൂടുതൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കറക്റ്റ് അളവില്ല, നമ്മുടെ ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്തേക്ക് കുറച്ചും കൂടി തേങ്ങയും ശർക്കരയും ചേർക്കുവാണ്. എനിക്ക് മധുരം കുറവായിട്ട് തോന്നി, അതുപോലെ തേങ്ങയും കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തേങ്ങ ചേർത്ത്, ഒരു ചെറിയ പിടി തേങ്ങയും പിന്നെ കുറച്ച് ശർക്കരയും കൂടി ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എപ്പോഴും നമ്മൾ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ ഇതുപോലുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ അതിനകത്ത് ചേർത്ത നെയ്യിൻ്റെയും അതുപോലെ ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇത് വെറുതെ ഇതുപോലെ കഴിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ പഴം ചേർത്ത് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതിനകത്ത് ആ കശുവണ്ടിയും എള്ളും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനോസ് കിച്ചൺ.